ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് നാളായി നമ്മൾ കാണാത്തത്. നമ്മൾ ഏകദേശം ഒരു 4-5 മാസത്തോളമായിട്ട് നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാരണങ്ങളാണുള്ളത്. 2 സന്തോഷം തോന്നുന്ന, എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. പിന്നെ അടുത്ത ഇതിലേക്ക് നിങ്ങളെയും കൂടെ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം പറയാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ നമ്മുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ക്ലാസ് ആയിട്ടും അല്ലാതെ ടെസ്റ്റുകളായിട്ടും ഒരുപാട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു എക്സാം ആയിരുന്നു അത്. അപ്പോൾ അതിന് ദൈവം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് തന്നെ ഒരുപാട് പേർക്ക് മെസ്സേജ് വന്നു. അതിൽ കുറച്ച് പേര് മെസ്സേജ് വന്നവരിൽ കുറച്ച് പേര് എന്നെപ്പോലെ കുട്ടികളൊക്കെയുള്ള വീട്ടമ്മമാരാണ് എന്നും കൂടെ അറിഞ്ഞതിൽ ഒന്നുകൂടെ എനിക്ക് സന്തോഷമാണ്. അവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റിലൊന്നും എത്തിയതല്ലല്ലോ, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എത്തിയിട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സന്തോഷമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ പെൺകുട്ടികളാണ് ആണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് നമ്മളൊരു ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് നമ്മുടെ മെസ്സേജ് അപ്ലോഡ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് മെസ്സേജ് വന്നു, അറ്റ്ലീസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സപ്ലിയിലെങ്കിലും ഞങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. ഫസ്റ്റ് ടൈമായിട്ട് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ മെസ്സേജ് അയച്ചപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കുറച്ച് പേർക്കും കൂടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മളാകെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മളാകെ ഉള്ളത് നമ്മൾ ഒരു 10K ഫാമിലി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 10K ഫാമിലിയിലായപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ അടുത്ത് ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ലാബ് അസിസ്റ്റന്റിന് ഇനിയിപ്പം ഒരുപാട് ദിവസമൊന്നുമില്ല, ഇനി ആകെ 50 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 50 ദിവസത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം നമുക്കറിയാം ജൂലൈ 13-നാണ്. അപ്പോൾ ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ക്ലാസ്സുകളും ചെയ്തു കഴിഞ്ഞതാണ്. 50 മാർക്കിന്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. ബാക്കി 50 മാർക്കിന്റെ ക്ലാസ്സുകൾ മാത്രമേ നമുക്കിനി കിട്ടാനുള്ളൂ. ഓക്കെ, അപ്പൊ അതാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ചെയ്ത് നമ്മൾ +1 +2 കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതുവരെ നമ്മൾ DFIന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുഞ്ഞു വീഡിയോ ആയിരിക്കും. അതിൽ അതുപോലെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസിന്റെ മനസ്സിലാക്കലും കൂടെ നമുക്ക് ഇതിൽ നടത്തണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ വാട്ടർ അതോറിറ്റിയിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് 2 റാങ്ക് ഫയൽ ഉണ്ട് കേട്ടോ. നിങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധം പറയല്ല കേട്ടോ ഞാൻ. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എത്രയാണെങ്കിലും എക്സ്ട്രാ റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഞാൻ തന്നിരിക്കുന്ന MLTയിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറഞ്ഞതുപോലെ MLTയുടെ ക്ലാസ്സുകളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ എടുത്തു കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സുകളും ഏകദേശം ഞാൻ നിങ്ങൾക്ക് തരും. ഇനി ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ചാനൽ ഒഫീഷ്യൽ PSCLന്റെ ഒഫീഷ്യൽ ചാനൽ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ വീണ്ടും ഞാൻ ഓരോ ദിവസത്തെ ടൈം ടേബിളിനനുസരിച്ച് അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുടെ നോട്ട്സ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാബ് അസിസ്റ്റന്റിന്റെ റാങ്ക് ഫയലാണ് ഉള്ളത്. അതിൽ നമുക്ക് 2 പബ്ലിക്കേഷൻസിന്റെ റാങ്ക് ഫയൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് 113 ഉണ്ട്, അതുപോലെ
നമ്മുടെ സാധാരണ റാങ്ക് ഫയലൊക്കെ ഇറക്കുന്ന ടാലന്റ് എന്താക്കിയിട്ടുണ്ട്, നമുക്ക് ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമ്മൾ തരുന്നതിനും പിന്നെ അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അതർ റീഡിങ്സിന് അതുപോലെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് ഒക്കെ വളരെ നല്ലത് തന്നെയാണ് ഒരു റാങ്ക് ഫയൽ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 113 എന്ന് പറയുന്ന പബ്ലിക്കേഷൻ്റെയാണ്. അപ്പൊ അതിലെ ജൗഹറ മഹർ സുബൈർ എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, DFIക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ പിന്നെ റാങ്ക് ഫയൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞതും നിങ്ങൾ വാങ്ങിയതും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ 113 പബ്ലിക്കേഷൻസിൻ്റെത് ലാബ് അസിസ്റ്റന്റിന്റെ റാങ്ക് ഫയലിന് വില MRP വരുന്നത് 780 രൂപയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ട് 680 രൂപയ്ക്ക് കിട്ടും കേട്ടോ. ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. അല്ലാത്തവർക്ക് ഞാൻ എന്തായാലും നോട്ട്സ് ജസ്റ്റ് വായിക്കാനുള്ള നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് നമ്മുടെ ടാലന്റിന്റെയാണ്. നമുക്കറിയാം അല്ലേ, ടാലന്റിന്റെ റാങ്ക് ഫയൽ നിങ്ങൾ ഏകദേശം എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പൊ അതിന്റെ MRP വരുന്നത് എന്ന് പറയുന്നത് 700 രൂപയാണ്. അതിൽ 630 രൂപയാണ് നമുക്ക് ഓൺലൈനൊക്കെ കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു 10 രൂപ കൂടെ കുറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആകുമ്പോൾ ഡിസ്കൗണ്ടിൽ ഒരു 10 രൂപ കൂടെ കുറയും. 620 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടാലന്റിന്റെ റാങ്ക് ഫയൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് റാങ്ക് ഫയൽ വേണമെങ്കിലും വാങ്ങാം, അല്ല വാങ്ങാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാനൊരു ഔട്ട്ലൈൻ മാത്രം തന്നതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ. ഇനി നമുക്ക് സിലബസിലേക്ക് പോവാം. അപ്പോൾ സിലബസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കും, സിലബസ് ഇറങ്ങിയിട്ട് അത്രയും ദിവസമായില്ല, അപ്പോഴേക്ക് തന്നെ ക്ലാസ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞതാണ് എന്ന് പറയുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റന്റിന്റെ സിലബസും അതുപോലെ നമ്മുടെ തൊട്ടു മുമ്പായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളതായിരുന്നു ലാബ് അസിസ്റ്റന്റിന്റെ തന്നെ ഒരു എക്സാം തൊട്ടു മുമ്പ് നമ്മൾ എഴുതിയതാണ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ആ ഒരു ലാബ് അസിസ്റ്റന്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയായിരുന്നു. MLT ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബ് അസിസ്റ്റന്റ് ടെസ്റ്റ് നമ്മൾ മുമ്പ് എഴുതിയതാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അത് ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയായിരുന്നു നമ്മൾ അതിൽ ചെയ്തിരുന്നത്. അതിൽ നമുക്ക് MLTയിൽ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലാബ് അസിസ്റ്റന്റിന്റെ അതും ഇതും തമ്മിൽ ഒരു ചെറിയൊരു കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയാവും നിങ്ങൾക്ക് മനസ്സിലാവും സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ആ സിലബസിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് മാത്സിന്റെ കാര്യത്തിൽ മാത്രമാണ്. എന്താണ് പുതിയ നമ്മുടെ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസിൽ മാത്സ് 7 മാർക്കിന് മാത്സ് ഉണ്ട്. ഓക്കെ, എത്ര മാർക്കാണ്? മാത്സ് ആകെ 7 മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി പറയുന്നത് മെയിൻ ആയിട്ട് 50 മാർക്കിന്റെ MLT തന്നെയാണ്. ഈ MLTയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിരിക്കുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ടോപ്പിക് വന്നത് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, അതിന്റെ ഹസാർഡ് സിമ്പിൾസ്, വാർണിംഗ് സിമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, പിന്നെ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ് യൂസ്ഡ് ആൻഡ് ബയോ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് സ്പെസിമെൻ സ്പൈലേജ്. പിന്നെ വരുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ബേസിക് ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ഫോർ കട്ട്സ് ആൻഡ് ബറീസ്, സാമ്പിൾ കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, പിന്നെ കോമൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്, പിന്നെ വരുന്ന ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിഅയണൈസേഷൻ, പിന്നെ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയാണ് നമ്മുടെ ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിൽ 431/2023 എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സിലബസിലുള്ളത്. ഇനി നമ്മുടെ തൊട്ട് മുമ്പ് നടന്ന നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നമ്മൾ ചെയ്ത ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിൻ്റെത് നോക്കി നോക്ക്. MLT 50 മാർക്ക് തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോലും മാറിയിട്ടില്ല. 10 മാർക്കിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഫസ്റ്റ് തന്നെ എന്ന് പറയാം ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. ഒരു ക്ലീനിങ് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, പിന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ്, പിന്നെ സാമ്പിൾ കളക്ഷൻ, കോമൺ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിഅയണൈസേഷൻ, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും സെയിം പക്ക MLT നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പക്ക കോപ്പി പേസ്റ്റ് ആണ്. അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല.
ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു PDF വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തിലാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വ്യത്യാസവും നമ്മുടെ MLTയുടെ ഭാഗത്തില്ല. നോക്കുക, മൊഡ്യൂൾ സെക്കൻഡിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ചോദിച്ചേക്കുന്നത് 13 മാർക്കിലാണ് ചോദിച്ചേക്കുന്നത്. അതിൽ 10 മാർക്ക് പറഞ്ഞത് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമിയിലും പിന്നെ അതുപോലെ ഹെമറ്റോളജിയും കൂട്ടിച്ചേർന്നിട്ടാണ് 10 മാർക്ക് ചോദിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി തന്നെയാണ് നമ്മുടെ ഇത് എന്ന് പറയുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ലാബ് അസിസ്റ്റന്റിന്റെ സിലബസിൽ തന്നിരിക്കുന്നതാണ്. അടുത്തതാണ് ഹെമറ്റോളജി. ഹെമറ്റോളജിയും ബ്ലഡും ഫ്ലെബോട്ടമിയും കൂടെ ചേർന്നിട്ടാണ് 10 മാർക്ക് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന 3 മാർക്ക് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്കിങ്ങും അതുപോലെ ഇമ്മ്യൂണോ ഹെമറ്റോളജിയുമാണ്. അപ്പോൾ അതും പിന്നെ അത് തന്നെയാണ് നമ്മുടെ ഇതിലും കൂടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക കേട്ടോ, ഒരു വ്യത്യാസമില്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പോലും വ്യത്യാസമില്ല. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ പാത്തോളജിയാണ്. അപ്പോൾ ഈ ക്ലിനിക്കൽ പാത്തോളജി 5 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 5 മാർക്ക് നമ്മൾ ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു വലിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒന്ന് അതിൽ തന്നെ മനസ്സിലാവും. 5 മാർക്ക് ആ ഒറ്റൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ വരുന്നത് ബയോ കെമിസ്ട്രിയുടെ 10 മാർക്ക്. ഇതും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്, പിന്നെ അതുപോലെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ നമ്മുടെ അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്. അതിൽ ഏതൊക്കെ വരും? സെറം ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ കാർഡിയാക് മേക്കേഴ്സ്, ട്യൂമർ മേക്കേഴ്സിന്റെ നെയിംസ്. അതിനൊക്കെ ജസ്റ്റ് പേര് മാത്രം മതി എന്നാണുള്ളത് കേട്ടോ. പിന്നെ ഓട്ടോമേഷൻ, അതിൽ അനലൈസേഴ്സും പിന്നെ അസേ ടെക്നിക്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെയാണ് എന്താ പറയുന്നത് മൊഡ്യൂൾ 3യിൽ പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുക, മൊഡ്യൂൾ 3യിൽ 15 മാർക്കാണ് നമുക്ക് കിട്ടുക. ആ ഒരു മൊഡ്യൂൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു 15 മാർക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ PSCന്റെ പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മൾക്ക് എന്താണോ സിലബസിൽ തന്നിരിക്കുന്നത് അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ അതേപോലെ തന്നെയാണ് ഇതുവരെ ചോദിച്ചേക്കുന്നത്. ഓർത്തിരിക്കുക, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അതിലും അതുപോലെ മാത്സിനൊക്കെ അത്രയും ചാപ്റ്റേഴ്സ് അവർ തന്നിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ എങ്കിലും ആ ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് 7 മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി ഫിസിക്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരുപാട് ചാപ്റ്റേഴ്സ് മുഴുവൻ ഏകദേശം +1 +2 ഫിസിക്സ് കംപ്ലീറ്റ് ഉണ്ട്. അത് നമ്മൾ മുഴുവൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 3 മാത്രം പഠിക്കുമ്പോൾ നമുക്ക് എത്തുന്നു 15 മാർക്ക് കിട്ടുന്നു. അപ്പൊ MLTക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇത് നോക്കുക, മൊഡ്യൂൾ 3ൽ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നമുക്ക് ചോദിച്ചേക്കുന്നത് സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതാണ് മൊഡ്യൂൾ 4ൽ മൈക്രോബയോളജി 5 മാർക്കിന് വേണ്ടിയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെറിലൈസേഷൻ അതിൽ വരുന്നതാണ്. സ്റ്റെറിലൈസേഷനും ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈക്രോബയോളജിയിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് പാരാസൈറ്റോളജിയിൽ 2 മാർക്ക് തരുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോടെക്നോളജിയും ആൻഡ് സൈറ്റോളജി ഓഫ് ഹിസ്റ്റോടെക്നോളജിയും അത്രയും കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത് എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12 മാർക്കാണ് മൊഡ്യൂൾ 4ൽ നിന്നിട്ട്. അങ്ങനെ MLTയിൽ മാത്രമായിട്ട് നമുക്ക് ചോദിച്ചേക്കുന്നത് 50 മാർക്കാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്, ഞാൻ സിലബസിന്റെ ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. പിന്നെ പാർട്ട് 2 ആയിട്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിന് 15 മാർക്കാണ്. അപ്പൊ അത് തന്നെയായിരുന്നു ഫിസിക്സിലെ 15 മാർക്ക് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 15 മാർക്ക് തന്നെയായിരുന്നു. അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രിയിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 14 മാർക്കാണ്, അവിടെ തന്നിരുന്നത് 15 മാർക്കാണ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഇവിടെ 15 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ബോട്ടണിക്കും സുവോളജിയിലും ഇവിടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു, 7 മാർക്കേ ഉള്ളൂ. കഴിഞ്ഞ നമ്മുടെ ലാബ് അസിസ്റ്റന്റിന് അത് എത്രയായിരുന്നു? 10 മാർക്ക് വീതമായിരുന്നു. പിന്നെ നമുക്ക് എന്തുണ്ടായിരുന്നില്ല? മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും കൂടി ഈ 7 മാർക്ക് മാത്സിലേക്ക് വന്നപ്പം ഇവിടെ നിന്ന് കുറച്ച് മാർക്ക് എന്ത് ചെയ്തു? കട്ടായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ നമ്മുടെ ആ 2 സിലബസുകൾ തമ്മിലും വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ MLTയുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MLTയുടെ പോർഷൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി അതുപോലെ ഇതിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുപോലെ ആ വീഡിയോസ് അതുപോലെ നമ്മൾ എടുക്കുന്നു.
ഓക്കെ, ആ ക്ലാസ്സുകൾ അല്ലാതെ നമുക്ക് എല്ലാം 1 by 1 ആയിട്ട് എടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വീഡിയോ ക്ലാസ് ആയിട്ട് തരുന്നത് ഞാൻ അതിൻ്റെ തുമ്പനയിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കേരള വാട്ടർ അതോറിറ്റിയുടേതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും. അപ്പോൾ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. അതിൻ്റെ PDF നോട്ട്സും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ട്സ് വായിക്കുക, വീഡിയോയും കാണുക, അതിൻ്റെ കൂടെ നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങിയവരാണെങ്കിൽ റാങ്ക് ഫയലും കൂടെ ഒന്ന് വായിക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാത്ത ഭാഗങ്ങൾ, എടുക്കാത്ത പോർഷൻസ് എന്തെങ്കിലും വരികയാണ്, നിങ്ങൾക്ക് വളരെ എടുക്കാത്ത പോർഷൻസ് എന്ന് പറഞ്ഞാൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, അത്രയും ഭാഗങ്ങളിൽ മാത്രമേ വരുള്ളൂ. 50 മാർക്കിന് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ബാക്കി 50 മാർക്കിൽ കുറച്ച് എടുത്തതാണ്, ബാക്കി എടുക്കാനുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നത് മാത്രം, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ജസ്റ്റ് സിലബസ് ഒക്കെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയിരിക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ആ പോർഷൻസ് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് തരാം, ആ പോർഷൻസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. പിന്നെ ഞാൻ ചെയ്യുന്ന വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവും. ടൈം ടേബിൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ പഠനം പോകുന്നത്. അതിൻ്റെ കൂടെ എപ്പോഴും എല്ലാ സൺഡേസും, ഇപ്പം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 23-ാം തീയതി മുതലാണ്. നാളെ അഥവാ നാളെ ആയിട്ട് 23-ാം തീയതിയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 22-ാം തീയതി രാത്രി 23-ാം തീയതി നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു പിന്നെ ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പൊ അത് വെച്ചിട്ട് 23-ാം തീയതി നിങ്ങൾ പഠിക്കാം. പക്ഷേ ഈ ഒരു 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് സൺഡേ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാവും. അപ്പോൾ ഈ സൺഡേ നിങ്ങൾ ഒരു റിവിഷന് എൻ്റെ എക്സാം ഇടാൻ മാത്രം നമ്മുടെ ടോപ്പിക് ആയിട്ടുണ്ടാവില്ല. ഈ സൺഡേ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കഴിഞ്ഞ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആയിരിക്കും. എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ 23, 24, 25 ആ ഒരു 3 ദിവസങ്ങളിൽ, ആ ഒരു ഞായറാഴ്ച ആവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ എന്ത് ചെയ്യുക, പക്ക റിവൈസ് ചെയ്യുക. അന്ന് എക്സാം ഉണ്ടാവില്ല. പിറ്റത്തെ സൺഡേ ആവുമ്പോഴേക്ക് അതുവരെ എടുത്തിരിക്കുന്ന എല്ലാ പോർഷൻസും ആഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള എനിക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ എക്സാം. ഓക്കെ, ഞാൻ പറയാൻ കാരണം, ചില സമയത്ത് നമുക്ക് സമയം കൂടുതലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്ന അതേപോലെ 100 മാർക്കിൻ്റെ എക്സാം ഞാൻ നിങ്ങൾക്ക് നടത്താം. പക്ഷെ നമുക്ക് ചിലപ്പോൾ സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് എക്സാമുകൾ വന്നതാണ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാവരും നടത്തുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഞാൻ ചിലപ്പോൾ അത് ഒരു 30 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 50 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനിൽ മാത്രമായിട്ട് ഒതുങ്ങിയേക്കാം. അത് നമ്മൾ എൻ്റെ ടൈമിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തും. ഈ ഞായറാഴ്ച എക്സാം ഉണ്ടാവില്ല, കാരണം നമുക്ക് അത്രയും എക്സാം ഇടാൻ മാത്രമുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യില്ല. പിറ്റേത്തെ ഞായറാഴ്ച മുതൽ ഒരു 1 വീക്കിൽ ഒരു പക്കാ റിവിഷനും ഉണ്ടാവും, അതിൻ്റെ എക്സാമും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഞായറാഴ്ച നിങ്ങൾ വെറുതെ ഇരിക്കണം എന്നല്ല, ഈ ഞായറാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ ചെയ്യുക. അതുപോലെ MLT-യിൽ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതല്ല, അതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. ഞാൻ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ, അത് നിങ്ങൾക്കറിയാം, ഞാൻ ചിലപ്പം ഒരു വീഡിയോയിൽ ആകെ 5 or 6 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുള്ളൂ. പക്ഷേ ആ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ പക്ക ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു കംപ്ലീറ്റ് ഏരിയ നിങ്ങൾക്ക് അതിൽ നിന്ന് കവർ ചെയ്ത് കഴിയും. അപ്പം അങ്ങനെ ഞാൻ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും സാധാരണത്തെ റിവിഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതിനെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഞാൻ സമയം കിട്ടുന്ന പോലെ ചെയ്തു തരും, എക്സാമിന് മുമ്പായിട്ട് എല്ലാം ചെയ്തു തരും. പിന്നെ ബാക്കിയുള്ള ഈ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇതിലേക്ക്, നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് DFIയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിന്നതുപോലെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ എടാ മോനെ എല്ലാവരും വായോ, നമുക്ക് അടിച്ച് പൊളിച്ച് ഈ ഒരു എക്സാമും കൂടെ എഴുതണം. റാങ്ക് ലിസ്റ്റിൽ എന്തായാലും വേണം. എൻ്റെ ആഗ്രഹം ഒരുപാട് അമ്മമാര്
ഈ പിന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതുപോലെ ഈ ഒരു എക്സാം കഴിയുമ്പോഴേക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങും റാങ്ക് ലിസ്റ്റ് വരലും ഉണ്ടാവുമ്പോൾ നിങ്ങളിലെ ഒരുപാട് അമ്മമാര് വീണ്ടും എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആണുങ്ങൾ വിചാരിക്കും, ചെക്കന്മാർ വിചാരിക്കും എന്താണോ, നിങ്ങളെ പോലെയല്ല, ഞങ്ങൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ സ്ത്രീകൾ പഠിക്കുന്നത്, ഇതാകുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. സോ അത്രയും സന്തോഷം നൽകിയ ചില ന്യൂസ് ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഒരുപാട് പേരുണ്ടാവട്ടെ. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളെ മുതൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമല്ലോ. താങ്ക് യു ഓൾ.